ഹലോ, അസ്സാം വലൈക്കും. നമുക്കൊരു കുറുമ ഉണ്ടാക്കിയാലോ? തലേന്ന് കുതിർത്ത ഗ്രീൻ പീസ് കുക്കർക്ക് ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് 2 വിസിൽ വേവിക്കുക. അതിന് ശേഷം ഗ്രീൻ പീസിക്ക് ഉരുളക്കിഴങ്ങ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ക്യാരറ്റ്, സവാള, പച്ചമുളക്, ബീൻസ് ഇട്ട് കുറച്ച് വെള്ളം കൂടി വെച്ച് വീണ്ടും 2 വിസിൽ വേവിക്കുക. ഗ്രീൻ പീസിന് കുറച്ച് വേവ് കൂടുതലുള്ളത് കൊണ്ടാണ് 2 വിസിൽ ആദ്യം വേവിച്ചത്. എല്ലാവർക്കും അറിയുന്ന റെസിപ്പി തന്നെയാണ്, പക്ഷെ ഞാൻ എൻ്റേതായ ഒരു രീതിയിലാണ് ഉണ്ടാക്കണത്. പുളിക്ക് ഞാൻ തക്കാളി യൂസ് ചെയ്യണില്ല, അതിന് പകരം തൈരാണ് ആഡ് ചെയ്യണത്. അപ്പോൾ വെജിറ്റബിൾസ് വേകുന്ന സമയം കൊണ്ട് നമുക്ക് അതിലേക്കൊരു പേസ്റ്റ് റെഡിയാക്കാം. തേങ്ങ, തൈര്, ഏലക്കായ ഇട്ട് പേസ്റ്റ് രൂപത്തിലാക്കാം. അപ്പോൾ നമ്മൾ വെജിറ്റബിൾസൊക്കെ റെഡി ആയിട്ടുണ്ട്. ഒരു ചട്ടി എടുത്തിട്ട് അതിലേക്ക് ഒഴിച്ചതിന് ശേഷം കുറച്ച് ഉപ്പിട്ട് മിക്സ് ചെയ്യാം. നമ്മൾ അരച്ച് വെച്ച പേസ്റ്റ്, തേങ്ങ, ഏലക്കായ്, തൈരും പേസ്റ്റ് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. അതിന് ശേഷം കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. നമ്മൾ എരിവിക്ക് അനുസരിച്ച് ഇട്ട് കൊടുക്കുക. കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ലാസ്റ്റ് മല്ലി ചെപ്പിൻ്റെ ഇല ഇട്ടിട്ട് തീ ഓഫ് ചെയ്യുക. ഇത് നമുക്ക് പൊറോട്ടൻ്റെ കൂടെ, ചപ്പാത്തിൻ്റെ കൂടെ, അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാനുള്ള ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെ നമ്മളെ വെജ് കുറുമ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതണം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.